ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. നാം ചെയ്യുന്ന ഓരോ അമലുകളും സ്വീകാര്യയോഗ്യമാകാൻ നിയ്യത്ത് അനിവാര്യമാണ്. നിയ്യത്തില്ലാതെ അമൽ ചെയ്താൽ ആ അമൽ സ്വീകരിക്കപ്പെടുന്നതല്ല. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. നമസ്കരിക്കുമ്പോഴും നോമ്പ് പിടിക്കുമ്പോഴും നിയ്യത്ത് നിർബന്ധം തന്നെയാണ്. നിയ്യത്തില്ലാതെ നോമ്പ് പിടിച്ചാൽ ആ നോമ്പ് ശരിയാകുന്നതല്ല. ഫർളായ നോമ്പിന്റെ നിയ്യത്ത് രാത്രിയിൽ തന്നെ കരുതേണ്ടതാണ്, പകലിൽ കരുതിയത് കൊണ്ട് ശരിയാകുന്നതല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മല്ലം യുബയ്യിത് സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയിൽ നിയ്യത്ത് കരുതാത്തവന്, അതായത് ഫജറിന് മുമ്പ് സുബഹിക്ക് മുമ്പ് നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വിഷയം ഇതാണ്, ഓരോ ദിവസത്തിനും പ്രത്യേകം നിയ്യത്ത് വെക്കണം എന്നുള്ളതാണ്. അതായത് റമദാനിലെ ഓരോ ദിവസത്തിനും പ്രത്യേകം നിയ്യത്ത് വെക്കണം. ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ തുടങ്ങിയ ഇമാമിയങ്ങളുടെ അഭിപ്രായം, യുഷ്തറത്തു നിയ്യത്തു ലികുല്ലി യൗമിൻ അലാ ഹിദ, ഓരോ ദിവസത്തിനും പ്രത്യേകം നിയ്യത്ത് വെക്കൽ ഷർത്താണ്, നിബന്ധനയാണ്. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലിയുടെ അഭിപ്രായം അനുസരിച്ച് റമദാനിലെ തുടക്കത്തിൽ തന്നെ റമദാനിലെ മുഴുവൻ നോമ്പിന്റെയും നിയ്യത്ത് വെക്കാവുന്നതാണ്. ഒരാൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലി പറയുന്നത് പോലെ റമദാനിന്റെ തുടക്കത്തിൽ തന്നെ മുഴുവൻ നോമ്പിന്റെയും നിയ്യത്ത് കരുതിയാൽ ഇടക്ക് വെച്ച് അവന് എന്തെങ്കിലും നോമ്പ് പിടിക്കുന്നതിന് തടസ്സമുള്ള കാരണങ്ങൾ വന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല, നോമ്പ് പിടിക്കൽ നിർബന്ധമില്ല. അവന്റെ ഈ കാരണവും തടസ്സവും അവന്റെ ഈ പ്രയാസവും അതിന് പരിഹാരമാകും, അതിന് ഒരു ഇളവായി തീരുകയും ചെയ്യും. റമദാനിൽ പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് നിയ്യത്ത് വെക്കാൻ മറന്നു പോവുക, അതുപോലെ തന്നെ സഹറിന് എഴുന്നേൽക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോവുക എന്നുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലിയുടെ അഭിപ്രായം വളരെ ഉപകാരപ്പെടുന്നതാണ്. പണ്ഡിതന്മാർ ഈ മുഴുവൻ അഭിപ്രായങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ്, ഓരോ ദിവസത്തിനും പ്രത്യേകം നിയ്യത്ത് വെക്കലാണ് ഏറ്റവും ശരിയായ രീതി, അതാണ് സ്വീകാര്യയോഗ്യമായത്. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലി പറയുന്നത് പോലെ റമദാനിന്റെ തുടക്കത്തിൽ റമദാനിലെ മുഴുവൻ നോമ്പിനു വേണ്ടി നിയ്യത്ത് വെക്കലും നല്ലതാണ്. കാരണം നിയ്യത്ത് മറന്നു പോകുന്ന സമയത്ത്, നിയ്യത്ത് മറന്നു പോകുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടും. നോമ്പ് സ്വഹീഹാകാൻ, അത് സാധുവാകാൻ കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് റമദാനിലെ തുടക്കത്തിൽ റമദാനിലെ മുഴുവൻ നോമ്പിനും നിയ്യത്ത് വെക്കാൻ മറന്നു പോകരുത്. അത് ഇത്തരം ഘട്ടങ്ങളിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ്. എന്നിരുന്നാലും ഏറ്റവും ശരിയായ രീതി ഓരോ ദിവസവും നിയ്യത്ത് വെക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൽ യഥാർത്ഥ രൂപത്തിൽ നോമ്പ് പിടിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. على محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله